ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ വാട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗാണ്. ഇന്ന് ജനുവരി 27, നാളെ ജനുവരി 28. അപ്പം ഞാൻ നാളെ അഡ്മിറ്റ് ആവാൻ വേണ്ടി പോവാണ് ഹോസ്പിറ്റലിൽ. അപ്പം ഏകദേശം എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ പൊതുവെ എല്ലാവരുടെയും ഹോസ്പിറ്റൽ ബാഗൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പം വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് വാട്സ് ഇൻ മൈ ഹോസ്പിറ്റൽ ബാഗ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം നമ്മുടെ മെയിൻ പെട്ടി പൊട്ടിക്കാം. ഇതാണ് മെയിൻ പെട്ടി. എൻ്റെയും വാവേൻ്റെ ഡ്രസ്സൊക്കെ വെച്ചിട്ടുള്ളത് ഇതിലാണ്. ഒരു സൈഡിൽ മൊത്തം വാവേൻ്റെ ഡ്രസ്സും ഇപ്പുറത്തെ സൈഡിൽ എൻ്റെ ഡ്രസ്സും വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് വാക്ക് വേണ്ടി എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട് നോക്കാം. അപ്പോൾ എല്ലാം ഞാൻ കഴുകി വെച്ചാൽ ബേബി ഡിറ്റർജൻറ്റും നല്ല ജസ്റ്റ് ഷാമ്പു വാഷ് ചെയ്ത് നല്ല വെയിലൊക്കെ ആക്കി ഇതുപോലത്തെ ഒരു കവറ് നമുക്ക് ആമസോണൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ ഒരു സ്റ്റിക്കർ കവർ വാങ്ങി അയൺ ചെയ്ത് ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എനിക്ക് ചിലപ്പോൾ അടുത്തുണ്ടായി വരില്ലല്ലോ, അപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ച് എല്ലാത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഇത് ജബ്ലയാണ്. ജബ്ല എല്ലാവർക്കും അറിയാമെങ്കിൽ ഞാനിവിടെ സൈഡിൽ എവിടെയെങ്കിലും ഫോട്ടോ കൊടുക്കാം. അപ്പോൾ ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 ജബ്ലേൻ്റെ ഇട്ടിട്ടുള്ളൊരു കവറാണിത്. ഇനീഷ്യൽസ് വെച്ച് ഈ ജബ്ല അത്ര അടിപൊളി ക്വാളിറ്റിയും അല്ല, ഭയങ്കര വീതിയുള്ള ടൈപ്പാണ്. കുറച്ച് ചെറിയൊരു ന്യൂബോൺ അത്ര ജനിച്ചാണ് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ അത് ഒരു 5 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജബ്ലയാണ് ഫസ്റ്റത്തെ സാധനം. പിന്നെ വരുന്നത് നാപ്പി ഒരു 12 നാപ്പിയോളം വരുന്നുണ്ട്. അതും ഇതുപോലെ കഴുകി അയൺ ചെയ്ത് കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നാപ്പി ലെങ്കോട്ട് എന്നൊക്കെ ഉള്ളത്. ഇതെല്ലാം ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ആവശ്യം വരില്ല, എന്നാലും ഞാൻ വെറുതെ റൂമിൽ അവിടെ ഇടണ്ട വിചാരിച്ച് എല്ലാം പാക്ക് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ട്. അപ്പോൾ ഇതൊരു ലെങ്കോട്ട് ഒരു 12 എണ്ണം അത് സെറ്റായിട്ട് വാങ്ങിയത് മീഷോന്ന്. ഞാനിത് മീഷോ, ഫസ്റ്റ് ക്രൈ, ആമസോൺ അങ്ങനെയുള്ള കുറേ സൈറ്റിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ വാങ്ങിയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്. ഞാൻ ക്വാളിറ്റി ഇല്ലാതൊക്കെ റിട്ടേൺ അടിച്ച് അങ്ങനെ നല്ല ക്വാളിറ്റി നോക്കി വാങ്ങിയ സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇത് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉള്ളത് ടവൽസാണ്. സ്മോൾ സൈസ് ടവൽസ്, ചെറിയൊരു ഇത്രയുള്ള ഒരു ടവൽസിൻ്റെ ഒരു 8 എണ്ണം. ഇതൊരു സെറ്റായിട്ട് കിട്ടുന്നതാണ്. ഞാനിത് ഫസ്റ്റ് ക്രൈന്നാണ് വാങ്ങിയത്. തോന്നുന്നു നമുക്ക് എന്തെങ്കിലും തുറക്കാനും ആവശ്യത്തിനൊക്കെ ബേബിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ ടവൽസാണ്. അത് ഒരു 8 എണ്ണം ടവൽ, സ്മോൾ സൈസ് 8 എണ്ണം. അടുത്തത് പ്രിന്റഡും അതുപോലെ തന്നെ കളേർഡ് ജബ്ലാസാണ്. ഇങ്ങനെ പ്രിന്റ് വരുന്ന ജബ്ലാസും പിന്നെ കളേർഡായിട്ടുള്ള ഒരു 5 എണ്ണം. 4 എണ്ണം പ്രിന്റഡ് ആയിട്ടുള്ളത് 3 എണ്ണം. പ്രിന്റഡ് കുറച്ചും കൂടി വലുതായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോഴോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിന്റഡ് ജബ്ലാസും കളേർഡ് ജബ്ലാസും എല്ലാം നല്ല വൃത്തിക്ക് അതിനൊക്കെ ചെയ്ത് മടക്കി വെച്ചുകൊണ്ട് നല്ല തൊട്ട് ഇതാക്കേണ്ട വിചാരിച്ചിട്ടാണ് ഓപ്പൺ ചെയ്യാത്തത്. അപ്പോൾ അതും ഒരു കവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനീഷ്യൽ സ്റ്റേജിലല്ല, കുറച്ചും കൂടെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന റേറ്റായിരിക്കും. ഞാനെല്ലാം ഒന്നിച്ച് വെച്ചോണ്ടേ ഉള്ളൂ. അതുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് റിസീവിങ് ബ്ലാങ്കറ്റ്. ഇത് നല്ലൊരു പർച്ചേസ് ആയിരുന്നു. എനിക്ക് ഓർമ്മയില്ല, ഫസ്റ്റ് ക്രൈ വാങ്ങിയത്. ഇതൊരു മസ്ലിൻ ടൈപ്പിൻ്റെ. ഇത് നല്ല വൂളൻ പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ മീഷോന്ന് വാങ്ങിയത് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തായാലും നോക്കിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനത്തെ റിസീവിങ് ബ്ലാങ്കറ്റ് 2 എണ്ണം വെച്ചിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ട്രെൻഡ് വരുന്നത്. പിന്നെ ഒരു ഹുഡി, ടെഡി ബിയറിൻ്റെ ഹുഡീസൊക്കെ വരുന്ന ടൈപ്പ് നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ 2 റിസീവിങ് ബ്ലാങ്കറ്റ്. പിന്നെ വരുന്നത് ഡ്രൈ ഷീറ്റാണ്. നമുക്കിപ്പോൾ കുഞ്ഞി മൂത്രമൊക്കെ വയ്ക്കുകയാണെങ്കിൽ ബെഡിലൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടി വിരിക്കേണ്ട ഡ്രൈ ഷീറ്റ്. ഇതും ഞാൻ ആമസോണിന്നാണ് തോന്നുന്നു. ലവ് ലാബ് ബ്രാൻഡിൻ്റെ ആയിട്ടാണ്. ഇതൊരു സെറ്റായിട്ട് 2 എണ്ണം നമുക്ക് സെറ്റായിട്ട് കിട്ടും. 2 ഡ്രൈ ഷീറ്റ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ജബ്ലേൻ്റെ എണ്ണ ഒരു 5 ഡേയ്സ് 5 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് വരാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് കുറച്ച് ചെറിയ സൈസാണ്, അതൊരു 5 എണ്ണം. പിന്നെ ഇങ്ങനെ വരുന്ന ജബ്ല ഒരു 2 എണ്ണം. അങ്ങനെ അതും ഒരു കളറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാവക്ക് വേണ്ടി വാങ്ങിയത് ബാത്ത് ടവൽസാണ്. ഇതും ഒരു സെറ്റായിട്ട് തന്നെ വരുന്നത്. 2 എണ്ണം ഒരു സെറ്റായിട്ട് തന്നെ വാങ്ങിയതാണ്.
നമുക്കിത് ബാത്ത് ടവൽ അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് ആയിട്ടും യൂസ് ചെയ്യാം. അത്യാവശ്യം വലിപ്പമുള്ള ഇത് തന്നെയാണ് ബാത്ത് ടവൽ 2 എണ്ണം. ഇത് ഞാനിങ്ങനെ എല്ലാം എഴുതി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എഴുതിയതിൻ്റെ സ്റ്റിക്കർ ഞാൻ ആമസോണിൽ എന്തോ വാങ്ങിയതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള നല്ല പെണ്ണ് വെച്ച് നമുക്ക് എഴുതിയാലും വാങ്ങിയൊന്നും പോകാത്ത അടിപൊളി സാധനമാണ്. അതുപോലെ ഈ ഒരു കവറും നല്ല സാധനം കേട്ടോ. നമുക്ക് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കറക്റ്റായിട്ട് നിൽക്കുന്ന ടൈപ്പ്. അപ്പോൾ ബാത്ത് ടവൽ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സ്വാഡിൽസ് നമ്മൾ വാവയെ പൊതിഞ്ഞു വെക്കുമല്ലോ. അവർ പെട്ടെന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് ടെമ്പറേച്ചർ ഓക്കെ ആയിരിക്കില്ല, പുറത്തെ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ അവരെ നല്ലോണം ഇങ്ങനെ കുത്തി വെക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് സ്വാഡിൽസ്. ഒരു വലിയ ഷീറ്റാണ് സ്വാഡിൽസ്. ഇതൊരു 3 എണ്ണമുണ്ട്. ഇതൊരു സെറ്റായിട്ട് ഞാൻ ഫസ്റ്റ് ക്രൈ ആണെന്ന് തോന്നുന്നു അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളതുണ്ട്. സ്വാഡിൽസ് ഒരു 3 എണ്ണം. ഇത് മസ്ലിനല്ല, എനിക്ക് ക്ലോത്ത് ആയിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ ഒരു ക്ലോത്തിൻ്റെ സ്വാഡിൽസ് 3 എണ്ണം അത് വാങ്ങിച്ചു. പിന്നെ ടവൽസ് ലാർജ് സൈസ്, അത്യാവശ്യം ഒരു കുറച്ച് വലിയ ലാർജ് സൈസ്. ഇത് നമുക്ക് ബ്ലാങ്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അങ്ങനെ കിടക്കുമ്പോൾ നല്ല സോഫ്റ്റ് നല്ല പനിക്കത്തെ പോലത്തെ സാധനം. അപ്പോൾ നമുക്ക് കിടക്കാനും സുഖമായിരിക്കും. അപ്പം ടവൽസ് ലാർജ് സൈസ് ഒരു 3 എണ്ണം. ഇത് ഒരു സെറ്റാണ്. എല്ലാം ഞാൻ അത്യാവശ്യം സെറ്റ് ആയിട്ടുള്ള നമ്മൾ നോക്കുമ്പോൾ 2 എണ്ണം 3 എണ്ണം ഒക്കെ സെറ്റായിട്ട് തന്നെ കിട്ടാം. അപ്പം ടവൽസ് ലാർജ് സൈസ് ഒരു 3 എണ്ണം ഉണ്ട്. പിന്നെ വരുന്നത് ഞാൻ അടുത്തത് ഇപ്പം വീട്ടിൽ നമ്മുടെ അമ്മമ്മമാർക്ക് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് സാരിയുടെ ഒരു 3 സാരി എടുത്ത് വെച്ചിട്ടുണ്ട്. പഴയ സാരി അലക്കി വെയിലത്ത് വെച്ച് നല്ലോണം മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ആവശ്യം വരും, ചിലപ്പം ഓപ്പറേഷൻ കഴിഞ്ഞ മീൻസ് നമ്മൾ ഡെലിവറി കഴിഞ്ഞപാട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. എന്തായാലും ഒരു 3 സാരി, ഒരു കോട്ടൺ ടൈപ്പ് സാരി അല്ലെങ്കിൽ തുണി നമ്മൾ കരുതി വെക്കുന്നത് നന്നായിരിക്കും. ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു 3 സാരി ഉണ്ട്. എന്തായാലും കത്രിക വാങ്ങിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് മുറിച്ചെടുക്കാമെന്ന് വിചാരിക്കാം. പിന്നെയുള്ളത് വൺസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്. ഞാൻ പിക്ക് എവിടെയെങ്കിൽ കൊടുക്കാം. അങ്ങനത്തെ ഒരു 3 ഡ്രസ്സിൻ്റെ ഒരു കോംബോ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാപ്സ്, മിറ്റൻസ്, സോക്സ്, അതിൻ്റെ ഒരു സെറ്റ്. മിറ്റൻസ് നമ്മൾ കയ്യിലിടുന്നതും പിന്നെ സോക്സും തൊപ്പി, അങ്ങനെ അതിൻ്റെ 2 സെറ്റ് ഉണ്ട്. ഒരു പ്യുവർ വൈറ്റിൽ വരുന്നതും പിന്നെ വൈറ്റിലൊരു പ്രിന്റ് വരുന്നതും, അങ്ങനെ അതിൻ്റെ ഒരു സെറ്റ്. ഇതൊക്കെയാണ് വാവയ്ക്കുള്ള ഡ്രസ്സും പിന്നെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ എടുത്തു വെച്ചത് എനിക്ക് ആവശ്യമായിട്ടുള്ള പാഡ് ഫിക്സേറ്ററും മെറ്റേണിറ്റി പാഡും പിന്നെ വാവയുടെ ഒരു 3 സ്നഗ്ഗി. ഇത് ഞാൻ പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ, അത് ചോദിച്ചാൽ പെട്ടെന്ന് എടുത്തു കൊടുക്കാനുള്ള ആവശ്യത്തിന് ജസ്റ്റ് ഒരു പാക്കിലാക്കി വെച്ചിട്ടുണ്ട്. അല്ലാണ്ടും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ വാങ്ങിയ ബ്രാൻഡ് ന്യൂമോം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മെറ്റേണിറ്റി പാഡും പാഡ് ഫിക്സേറ്ററുമാണ് ഞാൻ വാങ്ങിയത്. ജസ്റ്റ് പാഡ് ഒരു 4 എണ്ണം, പിന്നെ പാഡ് ഫിക്സേറ്റർ ഒരു 5 എണ്ണം. പാഡ് ഫിക്സേറ്റർ എന്ന് പറയുമ്പോൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാൻറ്റീസ് ടൈപ്പാണ്. ഇങ്ങനെയാണ് അത് വരിക. നമുക്കിത് സ്ട്രെച്ചബിൾ ആണ്. ഇതിൽ നമുക്ക് പാഡ് ഫിക്സ് ചെയ്തിട്ടാകുമ്പോൾ വെക്കാനും, പിന്നെ ഡിസ്പോസിബിൾ ആയതുകൊണ്ട് നമുക്ക് ആ സമയത്ത് കഴുകി യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഡിസ്പോസിബിൾ പാൻറ്റീസ് വാങ്ങാനായിരിക്കും നല്ലത്. പിന്നെ മെറ്റേണിറ്റി പാഡ്, ഇത് സൈസ് ഞാൻ ലാർജ് ആണ്. ഇത് അത്യാവശ്യം നല്ല വലിയ ഇങ്ങനെ ഇത്രയുള്ള മെറ്റേണിറ്റി പാഡാണ്. ഇതും നമുക്കറിയില്ലല്ലോ എത്രത്തോളം ബ്ലീഡിങ് ഉണ്ടാവുകയെന്ന് അറിയാത്തതുകൊണ്ട് മെറ്റേണിറ്റി പാഡ് എന്ന് പറഞ്ഞാൽ നമുക്കിതാണ് തരാം. ഇപ്പം ന്യൂമോമിൻ്റെ അത്യാവശ്യം നല്ല ബ്രാൻഡായതുകൊണ്ട് ന്യൂമോമിൻ്റെ പാഡ് ഫിക്സേറ്ററും സാനിറ്ററി പാഡും വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാവയുടെ ചെടി എന്നുള്ള ബ്രാൻഡിൻ്റെ ന്യൂബോൺ ഡയപ്പേഴ്സാണ് വാവയ്ക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളത്. ഇതൊരു 21 എണ്ണമുള്ള ന്യൂബോൺ 2 to 5 kg യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയപ്പർ. ഇത് മതിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ 3 സ്നഗ്ഗി ഇതിലെടുത്ത് ഇതിലേക്ക് വെച്ചു. ഒരു പാഡ് ഫിക്സേറ്ററും ഒരു സാനിറ്ററി പാഡും കൂടെ വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അഥവാ പെട്ടെന്ന് നഴ്സൊക്കെ ചോദിക്കുകയാണ്, ചിലപ്പോൾ ഹോസ്പിറ്റലിന് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്ന് ചോദിച്ചാൽ സ്ത്രീക്ക് എടുത്തു കൊടുക്കാൻ പാകത്തിന് ഇങ്ങനെ ഒന്ന് കവറിൽ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബേബിക്ക് വേണ്ടി വാങ്ങിയത് മദർ സ്പർഷിൻ്റെ 98% പ്യുവർ വാട്ടർ വെറ്റ് വൈപ്സ് ആണ്. നമ്മൾ പ്യുവർ വാട്ടർ തന്നെ വാങ്ങുക, ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളത് തന്നെ ബേബിക്ക് യൂസ് ചെയ്യുക. അപ്പം അങ്ങനത്തെ ഒരു വെറ്റ് വൈപ്സിൻ്റെ ഒരു 3 സെറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വാങ്ങിയിട്ട് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം.
ഞാൻ വാങ്ങിയത് 98% ആണ്. 99% കൂടി ഉണ്ടായി, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ 99%ൻ്റെത് ഞാൻ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നല്ലതാണ്. എന്തായാലും വെറ്റ് വൈപ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എന്തായാലും ആവശ്യം വരുന്ന സാധനമാണ്. പിന്നെ അവർക്ക് വേണ്ടി വാങ്ങിയത് ഇതൊന്നും ഹോസ്പിറ്റലിൽ ആവശ്യം ഉണ്ടാവില്ല, ഞാൻ വെള്ളം ജസ്റ്റ് എടുത്തു വെച്ചേ ഉള്ളൂ. അവീനോ ബേബിയുടെ വാഷ് ആൻഡ് ഷാമ്പൂവിൻ്റെ ഒരു ഇത് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോയ്സ്ചർ ലോഷൻ, ബോഡിയൊക്കെ ചിലപ്പോൾ ഡ്രൈ ആയിരിക്കും, അതുകൊണ്ട് ഒരു ഡെയിലി മോയ്സ്ചർ ലോഷൻ ഇത് രണ്ടും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയത് ഒരു കാരിയർ നെസ്റ്റാണ്. ഇത് നമ്മൾ ഹോപ്പ് സ്കോച്ചിനോ ഫസ്റ്റ് ക്രൈനോ അങ്ങനെ എന്തോ വാങ്ങിയതാണ്. ഇതിൻ്റെ വീട്ടിൽ ഞാൻ കൊടുക്കാം. അത്യാവശ്യം നല്ല കാര്യം. ഇതെന്തായാലും കുറേ കാലമൊന്നും എന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അത്യാവശ്യം കിടക്കുമെന്ന് തന്നെ അറിഞ്ഞൂടെ കുറച്ച് കഴിഞ്ഞാൽ. ഇനീഷ്യൽ ഒരു മാസമൊക്കെ കിടന്നാലായി. അപ്പോൾ ഇത് നമുക്ക് ബെഡായിട്ടും യൂസ് ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു കാരിയർ നെസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഇത് ഒരുപാട് റേറ്റിലുള്ളതും ക്വാളിറ്റിയിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ബെഡായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ സിബ് ഉണ്ട്. ഇത് ബേബി ഹഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കേട്ടോ, ഹോപ്സ് ഫസ്റ്റ് ക്രൈം വാങ്ങിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ സിബ് കറക്റ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെയും ക്യാരി ചെയ്യാം. പിന്നെ ഇവിടെ ഒരു സിബ് ഉണ്ട്, അതുകൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബേബി ഇതിനുള്ളിൽ സേഫ് ആയിട്ടിരിക്കും. അപ്പം ഫസ്റ്റായിട്ട് ബേബിനെ എടുക്കുന്നവർക്ക് അതിന് കംഫർട്ട് അല്ലെങ്കിൽ ഇതിൽ കൊടുത്താലും നമുക്ക് അവർക്ക് പിടിക്കാനും നല്ല സുഖമായിരിക്കും, പേടിക്കാണ്ട് എടുക്കാം, നമുക്കും ക്യാരി ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതാണ് കാരിയർ നെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു കാരിയർ നെസ്റ്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബിക്ക് വാങ്ങിയത് മോസ്കിറ്റോ നെറ്റാണ്. ഇത് നമ്മൾ ആമസോണിൽ വാങ്ങി അല്ലേ, ആമസോണിൽ വാങ്ങിയിട്ടുള്ള ഒരു ഇതിൻ്റെ കൂടെ ഒരു ചെറിയ പില്ലോ വരുന്നുണ്ട്. നമുക്കിങ്ങനെ വെച്ചിട്ട് സിബിൾ ഒരു നല്ല പ്രിൻ്റൊക്കെ ആയിട്ടുള്ള ഇങ്ങനൊരു മോസ്കിറ്റോ നെറ്റ്. കുറേ കാര്യങ്ങളുണ്ട് ബേബീസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ഐറ്റംസ് ഉണ്ട്. അപ്പം അങ്ങനെ വരും. ഇപ്പം ഇത് നമ്മൾ വാഷ് ചെയ്തിട്ടില്ല. കാരിയർ നെസ്റ്റൊക്കെ വാഷ് ചെയ്ത് നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. മോസ്കിറ്റോ നെറ്റ് നല്ല വെയിലത്ത് വെച്ച് വാഷബിൾ ആണ്, പക്ഷേ നമ്മളത് വാഷ് ചെയ്യാൻ നിന്നില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇത്രയാണ് ബേബിക്ക് അല്ലേ, ഇത്രയാണ് ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള. ഓക്കെ, ഇനി എൻഡ് ഐറ്റംസ് ഞാൻ എടുത്തിട്ടുള്ളത് മെറ്റേണിറ്റി കുർത്തീസ് എടുത്തിട്ടുണ്ട്. മെറ്റേണിറ്റി കുർത്തീസ് ഒരു 3 സിബ് വരുന്ന മെറ്റേണിറ്റി ഇങ്ങനെയുള്ള കുർത്താസ് ഒരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ തോർത്ത് എടുത്തിട്ടുണ്ട്, 2 എടുത്തിട്ടുണ്ട്. ബൈസ്റ്റാൻഡർക്കും കൂടി വേണ്ടിയിട്ടുള്ള തോർത്തും പിന്നെ ഓപ്പൺ മാക്സി എടുത്തിട്ടുണ്ട്. അതായത് ഫുൾ ഓപ്പൺ ആയിട്ട് വരുന്ന 2 മാക്സി. അതായിരിക്കും നമുക്ക് ആ സമയത്ത് കുറച്ചും കൂടി യൂസ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫുൾ ഓപ്പൺ ആയിട്ട് വരുന്ന 2 മാക്സി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഫുൾ ബട്ടൺസും ഓപ്പൺ ആയിട്ട് വരുന്ന 2 മാക്സി. 2 അല്ല, ഒരു 2-3 കൂടി അമ്മ യൂസ് ചെയ്യുന്നത് കൊടുത്തതാണ്. അപ്പോൾ അതും കൂടി ഉണ്ട്. പിന്നെന്താ എൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മളെ ഫീഡിങ് ബ്രാ, അതുപോലെ തന്നെ ഇന്നർ വെയേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് മെയിനായിട്ട് എനിക്ക് എടുത്തിട്ടുള്ളത്. വേറെ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ സ്കേർട്ട്, അണ്ടർ സ്കേർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ വെച്ചില്ല, അണ്ടർ സ്കേർട്ടും കാര്യങ്ങളും കൂടെ വെക്കാറുണ്ട്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പാക്കറ്റിൽ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ബൈസ്റ്റാൻഡർക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റും അതുപോലെ പുതക്കാനുള്ളത് അങ്ങനെ ഒരു 4 ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിലുള്ളത്. പിന്നെ വരുന്നത് നമുക്ക് എന്തായാലും ടോയ്ലറ്ററീസ് ആവശ്യമാണ്. ഫോണും ചാർജറും അങ്ങനത്തെ എല്ലാം. ഈ ഒരു വാഷ് ബാഗ് അടിപൊളിയാട്ടോ, ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. നമുക്കിത് 3 സെറ്റായിട്ട് കിട്ടും. വലിയതാട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, വലിയ റേറ്റും ഇല്ല. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിലൊന്നിൽ ഞാൻ ചാർജറും കാര്യങ്ങളും എടുത്ത് വെച്ചു. പിന്നെ ഇനിയിപ്പോൾ ശ്രീയുടെ ചാർജർ വെക്കണം, പവർ ബാങ്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഉള്ളത് ഞാൻ പാരച്യൂട്ടിൻ്റെ ഓയിൽ വാങ്ങിയിട്ടുണ്ട്. ബേബി ഹോസ്പിറ്റലിൽ ചോദിക്കാൻ ഞാൻ കേട്ടു. എന്തായാലും ആവശ്യം വന്നാൽ വെച്ചിട്ടൊരു ഓയിലും പിന്നെ കുളിക്കുന്ന സോപ്പ്, അലക്കുന്ന സോപ്പ്,
പാത്രം കഴുകുന്ന സോപ്പ്, ഒരു സോപ്പ് പൊടി, ചെറിയ സോപ്പ് പൊടി, പിന്നെ സ്ക്രബ്ബർ, ഇങ്ങനെയൊക്കെ നമുക്ക് എന്തായാലും പ്ലേറ്റൊക്കെ കഴുകാനൊക്കെ ആവശ്യം വരും. പെട്ടെന്ന് എന്തെങ്കിലും ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ ബാഗിൽ കുറച്ച് ടിഷ്യൂസ് ഉണ്ട്, പിന്നെ ബ്രഷും പേസ്റ്റും പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ട്, പിന്നെ ഡെറ്റോൾ വെച്ചിട്ടുണ്ട്, ഫേസ് വാഷ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, ടോയ്ലറ്ററീസും കാര്യങ്ങളൊക്കെ ഇതിലും വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് വേറൊരു ബോക്സ്. പിന്നെ എനിക്ക് അവിടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്ലിപ്പേഴ്സ് വെച്ചിട്ടുണ്ട്, ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ലിപ്പേഴ്സ്. പിന്നെ തൂക്കുപാത്രം എന്തായാലും ആവശ്യം വരും, നമുക്ക് ചിലപ്പോൾ ലൈറ്റ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഞ്ഞി കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് തൂക്കുപാത്രം, പിന്നെ അതിനനുസരിച്ചുള്ള സ്പൂണ്, പ്ലേറ്റ്, ആ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ന്യൂസ് പേപ്പർ, കുറച്ച് 2-3 ന്യൂസ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരും. അതുപോലെ തന്നെ കവറും എടുത്ത് വെച്ചിട്ടുണ്ട്, തുണിയുടെ കവറും പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ടുണ്ട്, അത് എന്തെങ്കിലും ആവശ്യം വന്നാലോ വിചാരിച്ചിട്ട്. പിന്നെ ഫ്ലാസ്ക് കൊണ്ടുപോകുന്നുണ്ട്, എടുത്ത് വെച്ചില്ല. ഫ്ലാസ്ക് നമുക്ക് ചായയോ ചൂടുവെള്ളമോ എന്തായാലും ആവശ്യം വരും, അതുകൊണ്ട് ഫ്ലാസ്കും കൂടെ എടുത്ത് വെക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ബാഗിൽ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇമ്പോർട്ടൻസ്, വലിയൊരു കുപ്പിയിൽ വെള്ളം, ഇതൊരു 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു, പുറത്തെ വെള്ളം കുടിക്കാണ്ടിരിക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള 2 ബോട്ടിൽ വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ഒരു ഹാൻഡ് ബാഗ് ഞാൻ എടുക്കുന്നുണ്ട്. ഹാൻഡ് ബാഗിൽ ഒബ്വിയസ്ലി മേക്കപ്പ് വെച്ചാൽ നമ്മൾ മോയ്സ്ചറൈസർ, പിന്നെ മുടി മിക്കവാറും പിന്നീടാൻ പറയാം, അപ്പോൾ അതിനനുസരിച്ചുള്ള ബണ്ണ് കാര്യങ്ങൾ, അതേ ഉള്ളൂ മെയിനായിട്ട്. പിന്നെ മറക്കാണ്ട് എടുക്കുന്നത് നമ്മൾ റെക്കോർഡ്സ് എടുക്കാം, അത് ഒരിക്കലും മറക്കാൻ പാടില്ല. പിന്നെ ഞാനൊരു ഇയർപോഡ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, പിന്നെ നമുക്ക് എന്നാലും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ആധാർ കാർഡോ പാൻ കാർഡോ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും, അറിഞ്ഞൂടാ. അപ്പം അത് എൻ്റെയും ശ്രീൻ്റെതും എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഫ്ലാസ്ക് കാര്യങ്ങൾ വെക്കാനുണ്ട്. പിന്നെ മെഡിസിൻ, നമ്മൾ കഴിക്കുന്ന അയൺ കാൽഷ്യം ഗുളികകളും കൂടെ ഉൾപ്പെടുത്താം. പിന്നെ ഇനിയുള്ളത് പാക്ക് ചെയ്യാനുള്ളത് ശ്രീയുടെ ഡ്രസ്സാണ്, നമ്മുടെ ബൈസ്റ്റാൻഡർ ഡ്രസ്സും കൂടി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ആയി. അപ്പോൾ നാളെ രാവിലെ പോവാൻ റെഡി ആയിട്ട് 3 സാധനങ്ങൾ കൊണ്ട് ഞാൻ പോവാണ്. ഇതിലിപ്പോൾ എന്തൊക്കെ യൂസ്ഫുൾ ആവുമെന്നൊന്നും നമുക്കറിയില്ല, എന്തായാലും എടുത്തു വെച്ചു. പിന്നെ പറയാൻ പറ്റില്ല എത്ര ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടാവും. നോർമലൊക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ചിലപ്പോൾ ഡിസ്ചാർജ് ആവും, C-സെക്ഷൻ ആണെങ്കിൽ 2 ദിവസം കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ ആഡ് ചെയ്യണം, വിട്ടുപോയി, മെയിനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം കേട്ടോ. പിന്നെ കുറച്ച് സ്നാക്സും കൂടെ വാങ്ങണം. ചിലപ്പോൾ ഒരു ചെറിയ കത്തി കൂടെ കൊണ്ടുവന്നല്ലായിരിക്കും, നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനും പാകത്തിനുള്ളൊരു ചെറിയ കത്തിയും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ എനിക്ക് എന്തായാലും വിശക്കും, അപ്പോൾ പോകുന്ന വഴിക്ക് നാളെ ഫ്രൂട്ട്സും സ്നാക്സൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ്. പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്നും വാങ്ങിയില്ല എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ കിട്ടാന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഗോകർണൊന്നും വാങ്ങിയിട്ടില്ല, അങ്ങനെ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ എടുത്തു നടന്നെങ്കിൽ വാങ്ങാൻ വിചാരിച്ചു. പിന്നെ ഫീഡിങ് ബില്ലോ വാങ്ങിയിട്ടില്ല, ഫീഡിങ് ബില്ലോ വാങ്ങാൻ ആവശ്യമുണ്ടോ എന്ന് അറിയാത്തതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല. ഇൻ കേസ് ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ വാങ്ങാൻ വിചാരിച്ചു. പിന്നെ ഒരു ഫീഡിങ് കവർ ഞാൻ ഓർഡർ ചെയ്ത് വെച്ചു, നമുക്ക് ഫീഡ് ചെയ്യുമ്പോൾ ബ്രസ്റ്റിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഞാൻ ഓർഡർ ചെയ്തിട്ട് അത് വന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം മെയിനായിട്ട് വാവേൻ്റെ ഇനീഷ്യലുള്ള ഡ്രസ്സ്, സ്വാഗൽ ക്ലോത്ത് കാര്യങ്ങൾ, കാരിയർ ലിസ്റ്റ് അതൊക്കെ കൊണ്ടുപോവാം, പാഡും സ്നാഗി കാര്യങ്ങൾ, പിന്നെ റെക്കോർഡും നമ്മളെ മെഡിക്കൽ റെക്കോർഡ്സും കാര്യങ്ങളും, ഗുളിക, അതൊക്കെ എന്തായാലും മസ്റ്റായിട്ട് എടുത്ത് വെക്കാം. ഇതൊക്കെ കൊണ്ട് ഞാൻ നാളെ പോവാണ്, ഒരംഗം വെട്ടിന് പോവാണ്. മിക്കവാറും ജാനുവരി 29 ഡെലിവറി ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കോയിൻസിഡൻറ്റും കൂടി ഉണ്ട്, അത് എന്താണെന്നുള്ളത് ഞാൻ അന്ന് ഡെലിവറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ പറയാം. എന്താണ് ആ ജനുവരി 29 പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ എന്താണ്, ഒന്നുമില്ല. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ പറയും, ഞാൻ ആഡ് ചെയ്യാം. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ഒരു മദറായിട്ടുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.